ഹലോ, 7ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷിൻ്റെയാണ്. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു പാരഗ്രാഫ് തരും, എന്നിട്ടൊരു 4 ക്വസ്റ്റ്യൻസ് 4 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ നിന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പാരഗ്രാഫ് നോക്കാം. നമുക്ക് ഉഷ ചൗമാറിൻ്റെ പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഉഷ ചൗമാർ ഈസ് എ ബ്രേവ് വുമൺ ഫ്രം രാജസ്ഥാൻ, ഇന്ത്യ, who changed her life and helps others. She was born in 1978 and had a tough childhood, cleaning human waste with her mom from age 7 because her family was very poor. She was 10. When she was 10, she got married and kept doing this hard job. In 2003, she met Dr. Bindeshwar Pathak from Sulabh International, who helped her stop this work and start a new life. Usha learned new skills and began helping other women escape this job too. She now leads Sulabh International Social Service Organization and works to stop manual scavenging. In 2020, she got a big award called the Padma Shri for her amazing work. Usha shows kids like you that you can overcome big challenges. She believes everyone deserves a clean and happy life. Her story teaches to be kind and strong. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ഡിഫിക്കൽട്ട് ജോബ് ഡിഡ് ഉഷ ചൗമാർ ഡു ആസ് എ ചൈൽഡ്? എന്ത് ജോബാണ് കുട്ടിയായിരിക്കുമ്പം ഉഷ ചൗമാർ ചെയ്തിട്ടുള്ളത്? ക്ലീനിങ് ഹ്യൂമൻ വേസ്റ്റ് അല്ലേ? ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ, ക്ലീനിങ് ഹ്യൂമൻ വേസ്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഹെൽപ്ഡ് ഉഷ ചൗമാർ ചേഞ്ച് ഹെർ ലൈഫ്? ഡോക്ടർ ബിന്ദേശ്വർ പഥക്കാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ, ഡോക്ടർ ബിന്ദേശ്വർ പഥക്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അവാർഡ് ഡിഡ് ഉഷ ചൗമാർ റിസീവ് ഫോർ ഹെർ അമേസിംഗ് വർക്ക്? അത് നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ്, ദ പത്മശ്രീ ആണ് അല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ഓവർകം മീൻ ഇൻ ദ സെൻറ്റൻസ് ഉഷ ഷോസ് കിഡ്സ് ലൈക്ക് യു ദാറ്റ് യു ക്യാൻ ഓവർകം ബിഗ് ചാലഞ്ചസ്? അതെന്താണ്? അതിൻ്റെ ആൻസർ എന്താണ്? ടു സക്സസ്ഫുള്ളി ഡീൽ വിത്ത് ആണ് കേട്ടോ. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ഉഷ ചൗമാർ ബിലീവ് എവ്രി വൺ ഡിസേർവ്സ്? എന്താണ്? ബി ആണല്ലേ, എ ക്ലീൻ ആൻഡ് ഹാപ്പി ലൈഫാണ്. ഓക്കെ ആണല്ലോ. വാട്ട് ഡസ് ഉഷ ചൗമാർ ബിലീവ് ഇൻ എവ്രി വൺ ഡിസേർവ്? എല്ലാവർക്കും എന്ത് വേണമെന്നാണ് പറയുന്നത്? ഒരു ക്ലീൻ ആയിട്ടുള്ളതും അതുപോലത്തെ ഒരു ഹാപ്പി ലൈഫും വേണമെന്നാണ് ഉഷ ചൗമാർ ബിലീവ് ചെയ്യുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അല്ലേ. ഫോർത്ത് വൺ ആണ്, ആക്ടിവിറ്റി 4 ആണ്. ഡിസൈൻ എ പോസ്റ്റർ ഫോർ വേൾഡ് റെഫ്യൂജി ഡേ ഇൻസ്പയർഡ് ബൈ ജോസഫ് സ്റ്റോറി ഫ്രം ദ യെല്ലോ അംബ്രല്ല. യുവർ പോസ്റ്റർ ഷുഡ് സെലിബ്രേറ്റ് ദ റെസിലിയൻസ് ആൻഡ് ഹോപ്പ് ഓഫ് റെഫ്യൂജീസ്. Include symbols like the umbrella, which stands for protection and money, along with messages of solidarity, support, and the importance of community in welcoming refugees. Okay, അപ്പോൾ നമുക്ക് എന്ത് തയ്യാറാക്കാം? ഒരു പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു അംബ്രല്ലയുടെ ഒരു സിമ്പലൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളോട് പറഞ്ഞപ്പോൾ. ഇതെവിടെ ഒരു യെല്ലോ അംബ്രല്ലയുടെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിതിലെ വേർഡ്സ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കാം. ഇവിടെ സേവ് റെഫ്യൂജീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു 3 കൈയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അത് കാണുമ്പോൾ റെഫ്യൂജീസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അപ്പം അവർക്കൊരു കൈ കൊടുക്കുന്ന പോലെ. അതുപോലെ തന്നെ ടുഗദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. ഇവിടെ നമ്മൾ കുറച്ച് 3-4 കൈയൊക്കെ ഓരോ കോർണറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പോസ്റ്ററിനെ എങ്ങനെ ആക്കിയിട്ടുണ്ട്? ഒരു അംബ്രല്ലയുടെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. യെസ്. അപ്പോൾ നിങ്ങൾക്കിത് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഈ വേർഡ്സ് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ. സേവ് റെഫ്യൂജീസും ടുഗദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു പിക്ചർ വേണം, ഒരു കോട്ട്സ് വേണം, പിന്നെ നല്ല എന്തെങ്കിലും ഒരു സിമ്പിൾസും വേണം. ഓക്കെ. അടുത്തത് നോക്കണം. നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഓർഫനേജാണ് തന്നിട്ടുള്ളത്. മുന്നൊക്കെ നമ്മൾ പറയായിരുന്നു പിക്ചർ തന്നിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇത് കുറച്ച് വിഷമിപ്പിക്കുന്ന പിക്ചർ തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ഈ പിക്ചർ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന പോലെ ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഇവിടെ നമ്മൾ ആദ്യം ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ദിസ് ഇസ് എ പിക്ചർ ഓഫ് ഓർഫനേജ്. ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ സോ മെനി ചിൽഡ്രൻ വിത്ത് ഡിഫറെൻറ്റ് ഇമോഷൻസ് അല്ലേ. എല്ലാവർക്കും പല പല ഇമോഷൻസാണ് ആ പിക്ചറിലുള്ളത്. സം ചിൽഡ്രൻ ആർ ലോഫിങ്, സം ചിൽഡ്രൻ ആർ ക്രൈയിങ് ആൻഡ് സം ചിൽഡ്രൻ ആർ പ്ലേയിങ്. കുറച്ച് പേര് കരയുന്നുണ്ട്, കുറച്ച് പേര് ചിരിക്കുന്നുണ്ട്,
കുറച്ച് പേര് കളിക്കുന്നുണ്ട് അല്ലേ. ആൻഡ് വൺ ചൈൽഡ് ഈസ് ലുക്കിംഗ് സോ സാഡ്. അതിലൊരാൾ മാത്രം ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. ഹി മേ ബി ന്യൂ ടു ദിസ് പ്ലേസ്. അവൻ ചിലപ്പോൾ ആ ഓർഫനേജിലേക്ക് പുതിയതായിട്ട് വന്ന ആളായിരിക്കാം അല്ലേ. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് എഡിറ്റിംഗ് നോക്കാം. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? വൺസ് upon a time there is a little girl named Leela who loved to explore the woods behind her house. One day she found a magical tree with leaves that shimmered in every color of the rainbow. Curiously, she touched a leaf and it whispered a secret to her about the language of flowers. From then on, Leela could understand that the flowers was saying, teaching her about kindness and beauty. She grew up to be an botanist, sharing the wisdom of plants with the world. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ABCD എന്ന് പറഞ്ഞിട്ട് E വരെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് കൊടുത്ത ഭാഗത്തുള്ളൊക്കെ കുറച്ച് തെറ്റുകളുണ്ട് അല്ലേ, എറർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് ശരിയാക്കണം. അപ്പോൾ നോക്കാം. വൺസ് upon a time ദർ ഈസ് അല്ല അല്ലേ, കഴിഞ്ഞ കാര്യമില്ല പറയുന്നത്, ദർ വാസ് ആണ് കേട്ടോ. ദർ വാസ് എ ലിറ്റിൽ ഗേൾ നെയിംഡ്. പേര് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഫസ്റ്റ് എഴുതണം അല്ലേ, അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് ലീഫിൻ്റെ സ്പെല്ലിംഗ് എന്താ? LEAVES ആണ്. LEAVES. ഓക്കെ, അതാണ് സിയുടെ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അടുത്തത് D നോക്കാം. ഇവിടെ ദ ഫ്ലവേഴ്സ് വാസ് സേയിങ് അല്ല, ഫ്ലവേഴ്സ് വേർ ആണ് അല്ലേ. ഫ്ലവേഴ്സ് വേർ സേയിങ്. ഓക്കെ ആണല്ലോ. ഫ്ലവേഴ്സ് ഇവിടെ എഴുതാം കേട്ടോ, വേർ, WERE, വേർ സേയിങ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വൺ നോക്കൂ. ഇവിടെ ആൻ അല്ല, ഇവിടെ A ആണ് വരിക. ഓക്കെ, ഷീ ഗ്രൂ അപ്പ് ടു ബി എ ബോട്ടണിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇത്രയാണ് എഡിറ്റിങ്. ഇവിടെ വാസാണ് വരിക, പേര് സ്റ്റാർട്ട് ചെയ്യുമ്പം ക്യാപിറ്റൽ ലെറ്റർ വരും. ഇവിടെ ലീവ്സിൻ്റെ സ്പെല്ലിങ് തെറ്റി, ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ, പാസ്റ്റ് ഇവിടുത്തെ ടെൻസ് ആണ് വ്യത്യാസം. പിന്നെ ഇവിടെ ഏനല്ല, A ആണ്. അതുപോലെ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് തുടങ്ങുന്ന അവിടെ ഇതുപോലെ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ് തുടങ്ങുക അല്ലേ. ഇവിടെയൊക്കെ നോക്കൂ, ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നു നിങ്ങളോട് ചോദിക്കാം കേട്ടോ. പിന്നെ ഈ ലീവ്സ് ഈ സ്പെല്ലിങ് ഷഫിൾ ചെയ്ത് തരും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ തരും. അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തത് നോക്കാം. നമുക്കിവിടെ കുറുക്കൻ്റെയും മുന്തിരിയുടെയും പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, എന്നിട്ട് സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ. ഇതൊക്കെ തന്നിട്ട് പിക്ചർ കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെ എഴുതാൻ നോക്കാം. നമ്മൾ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഹെഡിങ് കൊടുക്കുക അല്ലേ. ഇവിടെ എന്താ കൊടുത്തത്? ദ ഫോക്സ് ആൻഡ് ദ ഗ്രേപ്സ്. വൺ ഡേ എ ഫോക്സ് വാസ് വെരി ഹംഗ്രി. ഹി സെർച്ച്ഡ് എവറിവെയർ ഫോർ ഫുഡ്. അറ്റ് ലാസ്റ്റ് ദ ഫോക്സ് വെൻ ഇൻ വൈൻയാർഡ്. He saw some bunches of grapes hanging from the vines. He tried to reach them, but they were too high. He jumped again and again, but could not reach them. At last, he got tired and said, "These grapes are sour. I don't want them." Then it ran away. Okay? അപ്പോൾ ഇതാണ് ഫോക്സിൻ്റെയും ഗ്രേപ്സിൻ്റെയും സ്റ്റോറി കേട്ടോ. അപ്പോൾ ഇത് വായിച്ച് നോക്കാം. അടുത്തത് നമുക്കൊരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇമാജിൻ യു ആർ ടോട്ടോച്ചാൻ പെന്നിങ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഹു മിസ്ഡ് അവർ അമേസിങ് സ്കൂൾ ട്രിപ്പ്. ഡിസ്ക്രൈബ് ഓൾ ദ ഫൺ ആൻഡ് എക്സൈറ്റിംഗ്. അപ്പോൾ ഈ കത്ത് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ, ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളത് പോയി കാണണം. അതിലെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടോട്ടോച്ചാനിലെ ഫുൾ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ലെറ്റർ എഴുതുന്ന ഫോർമാറ്റ് ഒന്ന് നോക്കാം. ഇതെന്താണ്? ടോട്ടോച്ചാൻ ട്രിപ്പ് പോയി അല്ലേ. അപ്പോൾ അവരൊരു ഫ്രണ്ട്, ഈ ട്രിപ്പ് ആ ഫ്രണ്ടിന് മിസ്സായിപ്പോയി. അപ്പോൾ ആ ട്രിപ്പിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ടിന് കത്തയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഡേറ്റ് എഴുതണം അല്ലേ, ഡേറ്റും ദിവസവും എഴുതണം. പിന്നെ ഫ്രം ആരാണ് എഴുതുന്നത്? ഇവിടെ ടോട്ടോച്ചാനാണ് അല്ലേ, ടോട്ടോ ആണ് ഇവിടെ എഴുതുന്നത്. ടോട്ടോച്ചാൻ്റെ ഫ്രണ്ട് ആർക്കാണ്? അപ്പോൾ ഫ്രമ്മിൽ ആരാണോ കത്തെഴുതുന്നത് അവരുടെ പേരും അഡ്രസ്സും എഴുതുക. എന്നിട്ട് ഇവിടെ ടു എഴുതണം താഴെ. നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സാണ് ഈ താഴെ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് നമ്മൾ ഡിയർ അബൈ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി തുടങ്ങുക അല്ലേ. എന്നിട്ട് ടോട്ടോച്ചാൻ പോയ വിവരങ്ങൾ, ഹോട്ട് സ്പ്രിങ്ങിൽ എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം യുവേഴ്സ് ലവിങ്ലി
എന്തെഴുതണം? ഇവിടെ ടോട്ടോച്ചാൻ ആണല്ലേ, ടോട്ടോ എന്ന് എഴുതിയിട്ട് നിർത്തുക. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ മറക്കരുത്. ഇത് ഈ രീതി തന്നെ വേണം നിങ്ങൾ കത്തെഴുതാൻ കേട്ടോ. പിന്നീട് നിങ്ങൾ ടോട്ടോച്ചാൻ്റെ തോട്ട്സ് ഒന്ന് ആലോചിച്ച് വെക്കണം. അതുപോലെ തന്നെ തോട്ട്സ് എഴുതാനുണ്ടാവും. പിന്നെ നമ്മുടെ രഞ്ജീസ് ക്രിക്കറ്റ് ബാറ്റ് ഇല്ലേ, അതിൽ രഞ്ജീനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കാനുണ്ടാവും. അത് എളുപ്പമാണ് അല്ലേ, അവരെല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാവും. അത് വെച്ചൊരു പ്രൊഫൈൽ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് ഹെലൻ കെല്ലറുടെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്തും? ഹെലൻ കെല്ലർ വാസ് ബോൺ ഓൺ June 27, 1880 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തി എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അവർ നമുക്ക് തരും. പോയിൻറ്സും അവരുടെ ഡെത്തും അതുപോലെ തന്നെ അവരെന്നാ ജനിച്ചതെന്ന് അവരുടെ വർക്ക് എല്ലാ കാര്യങ്ങളും അവർ തന്നിട്ടുണ്ടാകും. നമ്മളതെല്ലാം ഒന്ന് പേപ്പറിലേക്ക് നല്ല രീതിയിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ഈ പ്രൊഫൈൽ. ഓക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.